പാലാ നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് UDF കൗൺസിലർമാർക്കെതിരെ നടപടി. 4 കോൺഗ്രസ് കൗൺസിലർമാരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റേതാണ് ഈ നടപടി. അഖിൽ കെ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഖിൽ, അപ്പോൾ UDFന് ഭരണം നഷ്ടമാകുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് പുറത്താവുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ നാട്ടകം സുരേഷ് പറയുന്നുണ്ടായിരുന്നു ഇത് ചതിയാണ്, കടുത്ത നടപടി ഉണ്ടാവും, അതിൽ യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ ഈ ഒരു വിപ്പ് കൈപ്പറ്റാതെ ഈ ഒരു അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഈ 4 കൗൺസിലർമാർ പോലും വിചാരിക്കുന്നതിനേക്കാൾ കടുത്ത നടപടി ഇപ്പോൾ KPCCയുടെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നതാണ് കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത്. അദ്ദേഹം ഒരു ഇതിന് സൂചന നൽകുകയും ചെയ്തിരുന്നു. കാരണം ഈ വിപ്പ് ലംഘിച്ചതോടുകൂടി തന്നെ ഇവർ പാർട്ടിയിൽ നിന്നും സ്വാഭാവികമായി പുറത്ത് നിൽക്കുന്നു എന്നുള്ള പറഞ്ഞിരുന്നു. ആ നടപടി അതൊരു കൃത്യമായ ഒരു പ്രസ്താവനയായി അല്ലെങ്കിൽ ഒരു നടപടിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. രജിത പ്രകാശ്, ലിസിക്കുട്ടി മാത്യു, ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യു, ഈ 4 പേരെയാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. KPCC അധ്യക്ഷനാണ് നിർദ്ദേശിക്കുന്ന DCC പ്രസിഡന്റായിട്ടുള്ള നാട്ടകം സുരേഷ് MLA ഇത് ഔദ്യോഗിക ഒരു കുറിപ്പായി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്, ഒരു ഓർഡർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഈ ഒരു മറ്റ് പാലയുടെ പൊളിറ്റിക്സിലേക്കും മറ്റും കടക്കുമ്പോൾ ഇതിൽ മറ്റ് സാധ്യതകൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവർ സ്വാഭാവികമായി ഇവർ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടുകൂടി ഒരു സ്വതന്ത്രരായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അവർ പാർട്ടികളുടെ ചട്ടക്കൂടിലായിരുന്നെങ്കിൽ ഇപ്പോൾ 4 പേരും സ്വതന്ത്രരായിരിക്കുന്നു. സ്വാഭാവികമായും ഇവർ ഇടതുമുന്നണിയുമായി ഒരു സഖ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഐക്യത്തിലേക്കോ പോയി കഴിഞ്ഞാൽ അതിൽ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ കടുത്ത നടപടി തന്നെയാണ് പാലാ നഗരസഭയിൽ സ്വീകരിച്ചത്. കാരണം തുടങ്ങി 6 മാസമായിട്ടുള്ളൂ. ഈ കോട്ടയത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം പാലാ എന്ന് പറയുന്നത് അത്രത്തോളം വലിയ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ നഗരസഭയാണ്. അത് കോൺഗ്രസ് കഴിഞ്ഞ തവണ എങ്ങനെയെങ്കിലും UDF അത് പിടിച്ചെടുത്തിരുന്നു. അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് LDF കൊണ്ടുവന്ന വിശ്വാസം കൊണ്ടുവന്ന ഇത്ര കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങളെ പോലും DCC പ്രസിഡന്റ് അടക്കം അത് വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങളാണെന്ന് ആദ്യഘട്ടങ്ങളിൽ അഡ്രസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇത്ര ഒരു വിപ്പ് ലംഘിക്കുന്ന നടപടികളിലേക്ക് കടന്നത് അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ മൊത്തത്തിൽ പാലായിൽ കോൺഗ്രസ് അല്ലെങ്കിൽ എന്താണ് കോട്ടയത്ത് പാല എന്നുള്ളത് വ്യക്തമാക്കുന്നതിനാണ് ആ ഒരു കടുത്ത നടപടികളിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശരിയാക്കി.